ശ്രീ പി കെ വാസുദേവൻ, നോക്കൂ, രണ്ടുപേരും രാഷ്ട്രീയമാണ് പറഞ്ഞത്. അമ്പലപ്പുഴയുടെ വികസനം പരാമർശിച്ചേയില്ല. ഞാൻ പരാമർശിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് അതുകൂടി ഒന്ന് ടച്ച് ചെയ്തു പോവാം. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും നമ്മൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വികസിത കേരളം എന്ന് പറയുന്നൊരു വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. സ്വാഭാവികമായി വികസിത കേരളം എന്ന് പറയുന്ന സങ്കല്പത്തിൽ അമ്പലപ്പുഴയിലും വികസനം ഉണ്ടാവണം. ഇവിടെ നേരത്തെ ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു, ഈ പുതിയ അമ്പലപ്പുഴ നിയോജകമണ്ഡലം ഉണ്ടായിട്ട് ഇത് 4ാമത് തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ വിജയിച്ചു വന്നത് എന്ന് യാഥാർത്ഥ്യമാണ്. ഒട്ടേറെ വികസനത്തിൻ്റെ ചരിത്രങ്ങൾ ഇവർ പറയുന്നുമുണ്ട്. ഇവർ പറയുന്ന വികസനം കുറേ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയതോ കുറച്ച് പാലങ്ങൾ നിർമ്മിച്ചതിന് അപ്പുറത്തേക്ക് അമ്പലപ്പുഴയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തെ യാഥാർത്ഥ്യമാക്കാൻ ഈ കഴിഞ്ഞ 3 തവണയും അമ്പലപ്പുഴയുടെ MLA-മാരായിരുന്ന പ്രിയപ്പെട്ട സുധാകരനും ശ്രീ H. സലാമും അടക്കമുള്ള ആളുകൾ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യത്തെ അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. കേവലമായി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുകയോ അല്ലെങ്കിൽ പാലങ്ങൾ നിർമ്മിക്കുകയോ എന്ന് മാത്രമല്ലല്ലോ വികസനം എന്ന് പറയുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി, അവന് പുതിയ തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി, അത്തരത്തിൽ വികസനോന്മുഖമായിട്ടുള്ള ഒരു പദ്ധതികൾ, ഒരു തൊഴിൽ സംരംഭങ്ങൾ, ഒരു പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഈ അമ്പലപ്പുഴയിൽ എവിടെയെങ്കിലും ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ആരംഭിച്ചു എന്ന് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിയുമോ? കഴിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമുണ്ട്. ഇവർ ശരിപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ കാലം അത്രയും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമാൻ H. സലാം കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ MLA ആണ്. ഈ 5 വർഷക്കാലത്തിനിടയിൽ H. സലാമിൻ്റെ വികസന വിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നിലപാടിനെതിരായി പ്രതികരിക്കാനോ പ്രക്ഷോഭം നടത്താനോ ഈ ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇവർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നതുപോലെ ഇപ്പോൾ വെറുതെ തിളയ്ക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ഈ കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും അമ്പലപ്പുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തന്നെ നേരിട്ട് പോരാട്ടം നടത്തുകയാണ്. ഇവരെന്തടിസ്ഥാനത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി ശ്രീമാൻ G. സുധാകരൻ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്? 63 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വീരഗാഥകൾ പറയുന്ന പ്രിയപ്പെട്ട ശ്രീ G. സുധാകരൻ ഇപ്പോൾ 63 വർഷം കഴിഞ്ഞപ്പോൾ CPF-ന് വെറുക്കപ്പെട്ടവനായി. അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാമോ ആളുകൾ പറയുകയാണ്. അപ്പോൾ ആർക്കും വേണ്ടാതെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടുന്ന ഒരാളെ എടുത്തുയർത്തി അദ്ദേഹത്തിൻ്റെ ശരിപക്ഷത്തെക്കുറിച്ച് ഇവിടെ പ്രിയപ്പെട്ട ശ്രീമാൻ അനിൽ ബോസ് വളരെ വിശാലമായി പ്രതിപാദിക്കുമ്പോൾ ഈ അമ്പലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ വികസനത്തിൻ്റെ പേരിൽ ഇവർ നടത്തിയിട്ടുള്ള കൊള്ളയും കൊള്ളിയും അപ്പം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി പാടില്ല. പ്രിയപ്പെട്ട ശ്രീമാൻ G. സുധാകരൻ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒട്ടേറെ വികസനം നടന്നു ഇവർ പറയുന്നു. പക്ഷേ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അടക്കമുള്ള കള്ളക്കമ്പനികളെ ഈ പൊതുമരാമത്ത് നിർമ്മാണ മേഖലയിൽ നിർമ്മാണ മാഫിയ ഉണ്ട് എന്ന് അക്കാലഘട്ടത്തിൽ ശ്രീമാൻ G. സുധാകരൻ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു നിർമ്മാണ മാഫിയ കേരളമാകെ പ്രവർത്തിക്കുകയാണെന്നും ആ നിർമ്മാണ മാഫിയയുടെ മറവിൽ കേരളത്തിലെ CPM നേതാക്കന്മാരും ശ്രീമാൻ G. സുധാകരൻ അഴിമതിക്കാരനല്ല ഇവരൊന്നും പറയുമായിരുന്നു. ഈ നിർമ്മാണ മാഫിയയുടെ മറവിൽ ശ്രീമാൻ G. സുധാകരനെ മുന്നിൽ നിർത്തി ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം വലിയ കൊള്ള നടത്തുകയാണ് എന്ന് ആക്ഷേപിച്ച ആളുകൾ ഇവരാണ്. ഈ കേരളത്തിൻ്റെ മലബാറിൽ മാത്രമുണ്ടായിരുന്ന ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ആലപ്പുഴ അടക്കം ദക്ഷിണ കേരളത്തിലടക്കം എല്ലാ സ്ഥലങ്ങളിലും അവസരമുണ്ടാക്കി അവർക്ക് പുതിയ സംരംഭങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് വലിയ അഴിമതിക്ക് വേരോട്ടം സൃഷ്ടിച്ച ആളുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും കൂട്ടുനിന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ കാർഷിക മേഖല തകർത്തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. എന്ത് നിലപാട് കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി എന്ത് നിലപാട് ആളുകൾ സ്വീകരിക്കുന്നു? അമ്പലപ്പുഴ എന്നാൽ ഒരു വലിയ തീരദേശ മണ്ഡലമാണ്. അങ്ങ് പലനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം മുതൽ ആലപ്പുഴ നഗരം വരെയുള്ള ഈ തീരദേശത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല. കടൽ ഭിത്തി നിർമ്മാണം, അവിടുത്തെ പൊലിമുട്ട് നിർമ്മാണം, തോട്ടപ്പള്ളിയിലെ ഫിഷിംഗ് ഹാർബറിൻ്റെ ദുരവസ്ഥ, ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിൻ്റെ പിന്നെ ഈ കടൽ ഭിത്തി നിർമ്മാണം എന്ന് പറഞ്ഞാൽ കടലിൽ കല്ലിടുക എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം നമ്മൾ എപ്പോഴും കേൾക്കുകയാണ്. അതിനെ സ്വന്തം കീസ വീർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാക്കി മാറ്റി കാലാകാലങ്ങളിൽ കാലവർഷക്കാലത്ത് കല്ലിട്ട് ഓരോ നേതാക്കന്മാരും സമ്പന്നന്മാരായി മാറുന്നു എന്നതൊഴിച്ചാൽ തോട്ടപ്പള്ളിയിലെ ഫിഷിംഗ് ഹാർബർ എത്രയോ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് പ്രത്യാശയോടുകൂടി നിർമ്മിക്കപ്പെട്ടതാണ്. അവിടെ ഇപ്പോൾ കരിമണൽ ഖനനത്തിന് കോടാനുകോടി ഉറുപ്പിയുടെ കരിമണൽ അവിടെ നിന്ന് ഖനനം ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്താ ഇവർ പ്രതികരിക്കുന്നില്ല? ഒരു കാലഘട്ടത്തിൽ കരിമണൽ ഖനനത്തിനായി പോരാടിയ ആളുകളല്ലേ? ആയിരക്കണക്കിന് ദിവസങ്ങളായി തോട്ടപ്പള്ളിയിൽ ഒരു കൂട്ടം ആളുകൾ സമരം ചെയ്യുന്നു.
ഇവിടെ കരിമണലിനെ ഈ മണൽ ഖനനത്തെ സ്വന്തം കീശ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. ഇവിടുത്തെ ആരോഗ്യരംഗം തകർന്നിരിക്കുന്നു. ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണല്ലോ 5 വർഷത്തിന് മുമ്പ് ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക അല്ലെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണം മറന്നു വെച്ച് പോയത്. കോഴിക്കോട്ടെ വിനോദിനി എന്ന് പറയുന്ന 9 വയസ്സുകാരി പെൺകുട്ടിയുടെ ചരിത്രം പ്രിയപ്പെട്ട ശ്രീ അനിൽ ബോസ് സൂചിപ്പിച്ചല്ലോ. ആ പെൺകുട്ടിയുടെ അവയവം മാറി കൈ മുറിച്ചു മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞു ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, ആശുപത്രിയിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ കേരളം എന്തോ വളരെ മനോജ്ഞമായ സ്വപ്നത്തിൻ്റെ രീതിയിലേക്ക് പോവുകയാണെന്ന് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്പലപ്പുഴയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടൊരു വലിയ പോരാട്ടം, ഈ കോൺഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നേരിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ അമ്പലപ്പുഴയിൽ ഒരു ചരിത്രപരമായ മുന്നേറ്റം. രാഷ്ട്രീയം എന്നത് സാധ്യതകളുടെ കലയാണ്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഞങ്ങളിലേക്ക് വരുന്ന പുതിയ ആളുകളെ ഞങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് രാഷ്ട്രീയത്തിലൊന്നും അപ്രാപ്യമായിട്ടില്ല. ഞങ്ങൾക്ക് വിജയം ഒരു കൈ ദൂരത്തിനപ്പുറത്താണ്, അത് കരകതമാക്കാൻ കഴിയും എന്ന ഒരു ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇക്കാലം അത്രയും പറഞ്ഞെന്താ, ഇത് കേരളമാണ്, ഇത് ആലപ്പുഴയാണ്. ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ വേരോടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആലപ്പുഴയുടെ പുന്നപ്പുറയുടെ മണ്ണിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3 ലക്ഷം വോട്ടുകൾ നേടി വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഈ പുന്നപ്പുറ സമരത്തിൻ്റെ പുന്നപ്പുറ വിപ്ലവത്തിൻ്റെ തുലാമേടിൻ്റെ ചരിത്രം പറയുന്ന പുന്നപ്പുറ പഞ്ചായത്തിൽ 2 പഞ്ചായത്തുകളായി 10 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ഭാരതീയ ജനതാ പാർട്ടി വിജയിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അടിവച്ച് മുന്നോട്ട് കയറിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ചരിത്രം തിരുത്തി കുറിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.